ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ആലൻ എക്സ്പ്ലെയിനർ. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മാസ്റ്റർ സീസൺ 2 എപ്പിസോഡ് 6 ആണ്. ഈ എപ്പിസോഡ് കഴിയുന്നത് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, കാരണം ഈ എപ്പിസോഡിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. അതുപോലെ തന്നെ മാഷിൽ മാജിക് ആൻഡ് മസിൽസിന്റെ മലയാളം എക്സ്പ്ലനേഷൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. മാഷിൽ മാജിക് ആൻഡ് മസിൽസിന്റെ മലയാളം എക്സ്പ്ലനേഷൻ ചെയ്യുന്ന ഒരേ ഒരു ചാനൽ അത് ഈ ചാനലാണ്. എന്നിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ചിലർ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് വീഡിയോ കാണുന്നത്, പക്ഷേ ചിലവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടിട്ട് അതുപോലെ അങ്ങ് പോകാറുണ്ട്. 63% ഓഫ് ആൾക്കാരാണ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നത്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. കൂടെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് തുടർന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എന്റെ ചാനലത്തെ ഫസ്റ്റ് Q&A വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോഴല്ല 2K സബ്സ്ക്രൈബേഴ്സ് പാസ് ആവുന്നതിന് അന്നാണ്. അതിന്റെ ഭാഗമായിട്ട് എന്റെ ചാനലിൽ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ ആ പോസ്റ്റിന് താഴെ കുറച്ച് പേര് കമന്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കമന്റ് ഇടാത്തവരൊക്കെ പോയിട്ട് കമന്റ് ഇടേണ്ടതാണ്. ഞാൻ സെപ്പറേറ്റ്ലി ഒരു വീഡിയോ ചെയ്തിട്ട് ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാസ്റ്റർ സീസൺ 2 എപ്പിസോഡ് 6. സ്റ്റാർട്ടിലെ മാഗ്രറ്റ് മാക്രോനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കാപ്രിക്കോന്റെ ബാക്കിയുള്ള 2 ടീംമേറ്റ്സ് നിൽക്കുകയാണ്. അപ്പോൾ മാഗ്രറ്റ് പറയാണ്, എനിക്ക് നിങ്ങളുടെ വിൽ സൗണ്ട് കേൾക്കാം, പക്ഷെ നിങ്ങളുടെ വിൽ സൗണ്ട് ഭയങ്കര പിച്ച് കുറവാണല്ലോ, അതിനർത്ഥം എന്താണെന്ന് അറിയാവോ, നിങ്ങൾ ഭയങ്കര വീക്കാണ് എന്ന് മാഗ്രറ്റ് പറയുകയാണ്. അതിനുശേഷം അവർ രണ്ടുപേരും മാഗ്രറ്റിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ അവർ ആലോചിക്കുകയാണ്, ഇവന് ഡിവൈൻ വിഷറിന്റെ സെയിം സ്ട്രെങ്ത് ഉണ്ട്, പക്ഷെ നമ്മൾ കോയിൻസ് കളക്ട് ചെയ്തതാണ് ഈ ഒരു മാച്ചിൽ ക്വാളിഫൈ ആയത്, അതുകൊണ്ട് തന്നെ നമുക്ക് ജയിച്ചാലേ പറ്റുള്ളൂ എന്ന് അവർ മനസ്സിൽ അവർ രണ്ടുപേരും ആലോചിക്കുകയാണ്. പക്ഷെ മാഗ്രറ്റ് അവന് ബേസിക് ആയിട്ടുള്ള മാജിക് യൂസ് ചെയ്യുമ്പോൾ തന്നെ അവരുടെ രണ്ടുപേരെ മാജിക് ഡിസ്ട്രോയ് ആയി പോവുകയാണ്. അറ്റാക്കിന് ഇമ്പാക്ട് കാരണം അവർ രണ്ടുപേരും അവിടെ നിന്നും തെറിച്ചു പോവുകയാണ്. അതിനുശേഷം മാഗ്രറ്റ് അവിടെ പോയിട്ട് അവർ രണ്ടുപേരുടെയും ക്രിസ്റ്റൽസ് ചവിട്ടി പൊട്ടിക്കുകയാണ്. അപ്പോൾ ആങ്കർ അനൗൺസ് ചെയ്യുകയാണ്, മാച്ച് കഴിഞ്ഞു, കാരണം ഒരു ടീം മൊത്തത്തിൽ എലിമിനേറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ആദ്യം കാപ്രിക്കോ, പിന്നെ ഇവർ രണ്ടുപേരും. അപ്പം ഈ റെഡ് ടീം മൊത്തത്തിൽ ഇപ്പൊ എലിമിനേറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഒന്നും ചെയ്ത മാച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ബാറ്റ് നോക്കുകയാണ്. ഹേയ് മാച്ചിൽ ഈ കഴിഞ്ഞ മാച്ചിനെ പറ്റി നിനക്ക് എന്താണ് പറയാനുള്ളത്? അപ്പൊ മാച്ചിൽ പറയുകയാണ്, എനിക്കൊരു ഗെയിം ബഫ് ആണോ? അതിന്റെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ മൊത്തം സൈലന്റ് ആവുന്നത്. അപ്പൊ പിറകെ കൂടെ മാഗ്രറ്റ് എന്നിട്ട് പറയുകയാണ്, ഹേയ് മാച്ച്, അടുത്ത മാച്ചിൽ നമുക്ക് കാണാം, അപ്പം ആര് ജയിക്കുമെന്ന് കാണാം എന്നവൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പൊ മാഷിലിന് പെട്ടെന്ന് എന്തോ പറ്റിയാണ്. അപ്പൊ ഫിന്നും ചോദിക്കാൻ എന്ത് പറ്റി? അപ്പൊ മാഷിൽ പറയാണ്, മൈക്ക് ഒന്ന് കെയർഫുൾ ആയിട്ട് ഇരിക്കാൻ പറഞ്ഞു. മൈക്ക് ആരെന്ന് വെച്ചാൽ ബൈസപ്സ് തന്നെയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് പിന്നെ ഹെഡ് മാസ്റ്ററിനെയും പിന്നെ ഒരു ഫോർമർ ഡിവൈൻ മിഷണറിനെയും കാണിക്കുകയാണ്. മഷ്റൂം ഹെഡിനെ കൊണ്ട് മാഗ്രറ്റ് മാക്രോനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമോ ചോദിക്കുകയാണ് ഡിവൈൻ മിഷണറി ഹെഡ് മാസ്റ്ററിനോട്. കഴിഞ്ഞ വർഷം മാഗ്രറ്റ് മാക്രോ ഡിവൈൻ മിഷണറി സെലക്ഷൻ എക്സാമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് റെയിനിംസ് ഡിവൈൻ മിഷണറി ആയത്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വർഷം മാഗ്രറ്റ് ആയിരിക്കും ഡിവൈൻ മിഷണറി ആയിട്ട് സെലക്ട് ആകാൻ പോകുന്നത്. ഹെഡ് മാസ്റ്റർ പറയും, എപ്പോഴും വിചാരിക്കുന്ന പോലെ നടക്കണമെന്നൊന്നും ഇല്ലല്ലോ, ചിലപ്പോൾ ഡിവൈൻ മിഷണറി ആയിട്ട് മാച്ചിലായാലോ എന്ന് പറഞ്ഞ ഹെഡ് മാസ്റ്റർ പറയുകയാണ്. അപ്പൊ അവിടെ നിന്നിരുന്ന ആ ഒരു ഡിവൈൻ മിഷണറി അവന്റെ മനസ്സിൽ ആലോചിക്കുകയാണ്, എന്തുകൊണ്ടാണ് മാഷിന് നേരെ എല്ലാവരും ഇത്ര കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുന്നത്? മാഗ്രറ്റിന് പറയുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്, പക്ഷെ മഷ്റൂം ഹെഡിന് എന്താണുള്ളത് പറഞ്ഞിട്ട് ആ ഡിവൈൻ മിഷണറി അവന്റെ മനസ്സിൽ ആലോചിക്കുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് പിന്നെ ഡിവൈൻ മിഷണറി സെലക്ഷൻ എക്സാമിന് ഫസ്റ്റ് ഔട്ട് ആയ സ്റ്റുഡന്റിനെ കാണിക്കുകയാണ്. ഞാൻ ആ മോൺസ്റ്ററിനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് നോക്കിയപ്പോൾ ആ മഷ്റൂം ഹെഡ് സിമ്പിൾ ആയിട്ട് ആ മോൺസ്റ്ററിനെ ഡിഫീറ്റ് ചെയ്തു. അവൻ എനിക്ക് ഒരുപാട് നാണക്കേടാണ് ഉണ്ടാക്കി വെച്ചത്, അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിന് മുമ്പ് അവനെ നമുക്ക് കൊന്നാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവൻ നിൽക്കുകയാണ്. അപ്പൊ മാഗ്രറ്റ് അവനെ അറ്റാക്ക് ചെയ്തിട്ട് പറയാണ്, എന്റെ ഫണ്ടിൽ എതിരെ നിൽക്കുകയാണെങ്കിൽ നിന്നെ കൊല്ലും, അത് നിനക്കും ബാധകമാണെന്ന് പറയാണ്. അപ്പോഴാണ് ആ റൂമിൽ രണ്ടാമത് നിൽക്കുന്ന ആൾ കാണിക്കുന്നത്, ഓൾട്ടറാണ് അവിടെ നിൽക്കുന്നത്. ഞാൻ പറയുന്ന ജോലി നേരെയാണ് ചെയ്യുന്നതെങ്കിൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും എന്ന് മാഗ്രറ്റ് ഓൾട്ടറിനോട് പറയുകയാണ്. ഡിവൈൻ മിഷണറി ആയിട്ട് വരെ ഇവൻ ഇത്രയും ഹോൾഡ് ഉണ്ടോ, ഇവൻ ആരെന്ന് പറഞ്ഞിട്ട് അറ്റാക്ക് കൊണ്ടാ ചെറുക്കാൻ ആലോചിക്കുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് പിന്നെ മാഷിനെ കാണിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചില്ലേ ഞാൻ എന്തുകൊണ്ട് ഇത്ര സ്ട്രോങ്ങർ ആയിരുന്നു? അതിന് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ, എന്റെ അച്ഛൻ ചെറുപ്പത്തിൽ എന്നെ കൊണ്ട് ഒരുപാട് വർക്കൗട്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് നല്ല മടി ഉണ്ടായിരുന്നു, എനിക്ക് 1 kg ഡംബൽസ് പോലും എടുക്കാൻ പറ്റൂലായിരുന്നു. പിന്നെ അങ്ങോട്ട് എനിക്ക് നല്ല വെയിറ്റ് കൂടിയ ഡംബൽസ് ഒക്കെ എടുക്കാൻ പറ്റുമായിരുന്നു, കാരണം ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ടാണ്. ഞാൻ എന്തിനാണ് എക്സസൈസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതെന്ന് വെച്ചാൽ എനിക്ക് കൈയുള്ളതുകൊണ്ടാണ് എനിക്ക് ഡംബൽസ് എടുക്കാൻ പറ്റുന്നത്. അല്ല യവൻ എന്തിനാ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്? നല്ല ബാറ്റ് ഹെയർ സ്റ്റൈലിൽ എന്ത് പറ്റി പറഞ്ഞിട്ട് ഫിന്നെ ആലോചിക്കുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് പിന്നെ സെയിം ബെഞ്ചിൽ ലെമൺ വന്നിട്ട് സംസാരിക്കുകയാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര സാഡ് ആയെന്ന് അറിയാവോ? കാരണം ഞാൻ സാഡിനും സന്തോഷത്തിനും ഇടയ്ക്കാണ് എന്റെ ജീവിതം പോകുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര സാഡ് എന്ന് വെച്ചാൽ ഞാൻ കല്യാണം കഴിക്കേണ്ട ആള് എന്റെ കൺമുമ്പിൽ തന്നെ ഉണ്ട്, പക്ഷെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല. ഇനി ഇവൾ ആ പൊട്ടിയ ചുമരിന് വേണോ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഫിന്നെ ആലോചിക്കുകയാണ്. ബാറ്റ് വന്നിട്ട് നീ എന്നെ കല്യാണം കഴിക്കുമോ എന്ന് ചോദിക്കണം. അപ്പൊ ലെമൺ പറയണം, നിന്റെ ഞാൻ കല്യാണം കഴിക്കൂല എന്ന് പറഞ്ഞ് നീട്ടി റിജക്ട് ചെയ്യുകയാണ്. എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് ഡിവൈൻ മിഷണറി ഒന്നും ആവേണ്ടത് പറഞ്ഞിട്ട് ബാറ്റ് സങ്കടപ്പെടുകയാണ്. ഓ സമയമായോ എന്ന് പറഞ്ഞ മാഷിൽ അവിടെ പ്രോട്ടീൻ ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കുകയാണ്. അപ്പൊ അവിടെ പെട്ടെന്ന് നമ്മൾ നേരത്തെ ഡിവൈൻ മിഷണറി അവരുടെ റൂമിലോട്ട് വരികയാണ്. മാഷിൽ പറയാണ്, എനിക്ക് ഇയാൾ അറിയാം, ഇയാൾ എന്നെ ബുള്ളി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡിവൈൻ മിഷണറീസിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ഡിവൈൻ മിഷണറിയാണ് ഇയാൾ. അപ്പൊ ആ ഡിവൈൻ മിഷണറി പറയാണ്, നിന്റെ അടുത്ത മാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയമുണ്ട്, അതുവരെ ഒരു ചെറിയ ഗെയിം കളിച്ചില്ലെന്ന് പറയാണ് ആ ഡിവൈൻ മിഷണറി. ഇല്ല, അടുത്ത മാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതുകൊണ്ട് എനിക്ക് അത്രയും സമയം റെസ്റ്റ് വേണം. ഒരു ഡിവൈൻ മിഷണറിനോട് വരുന്ന ഈ തർക്കുത്തരം പറയാമെന്ന് പറഞ്ഞിട്ട് ബാരറ്റ് മാഷിനെ പ്രശംസിക്കുകയാണ്. ഈ ഡിവൈൻ മിഷണറിന്റെ പേര് കാൽഡോ എന്നാണ്. അപ്പൊ കാൽഡോ മാഷിനോട് പറയാണ്, ഞാൻ മാജിക്കൽ ടാലന്റ് അഡ്മിനിസ്ട്രേഷന്റെ ഹെഡ് ആണ്, ഞാൻ സമ്മതിച്ചാൽ മാത്രമേ നിനക്ക് ഡിവൈൻ മിഷണറി ചെയ്യാൻ പറ്റുള്ളൂ, കാരണം എനിക്ക് ഒരു പങ്കുണ്ട് അതിൽ. നിനക്ക് ഗെയിം കളിക്കാൻ താല്പര്യമില്ലെങ്കിൽ പറഞ്ഞാൽ പൊക്കോളാം. ഇല്ല, ഞാൻ കളിച്ചോളാം എന്ന് മാഷിൽ പറയാം. ഈ ഗെയിം നീ പാസ് ആവുകയാണെങ്കിൽ അടുത്ത സെലക്ഷൻ എക്സാം നീ ഡയറക്റ്റ് ആയിട്ട് പാസ് ആവുന്നതായിരിക്കും. യു ലുക്ക് യു ലൂസ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ് ഇവർ കളിക്കാൻ തീരുമാനിക്കുന്നത്. ഒരു ഡിവൈൻ മിഷണറിനോട് ഗെയിം കളിക്കാൻ കുറച്ച് ചാലഞ്ചിങ് ആയിരിക്കും എന്ന് കാൽഡോ മാഷിനോട് പറയുകയാണ്. കാൽഡോ മാഷിൽ ചുറ്റിലും ഒരു റൗണ്ട് വരുത്തുകയാണ്. അപ്പോൾ സിസസ് കളിച്ച് ഫസ്റ്റ് കളിക്കുന്നു തീരുമാനിക്കണ്ട, ഞാൻ തീരുമാനിച്ചോളാം ആ ഫസ്റ്റ് ആര് കളിക്കണോ. ആ റൗണ്ടിനകത്ത് നീ വെളി ഇറങ്ങാൻ പാടില്ല, പിന്നെ ഞാൻ പറഞ്ഞ ഡയറക്ഷനിൽ
മാത്രമല്ല നീ നോക്കാനും പാടില്ല. ഇതാണ് ഗെയിം ഭയങ്കര സിമ്പിൾ ആണെന്ന് മാച്ചിൽ പറയുന്നുണ്ട്. കാൽഡോ പറയാണ് ടോട്ടലി നിനക്ക് 3 റൗണ്ട് ഉണ്ട്, ഈ 3 റൗണ്ട് നീ പാസ് ആണെന്ന് പറയാണ് കാൽഡോ. അങ്ങനെ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ കാൽഡോ അവനെ കൈ മോളിട്ട് കാണിക്കണം എന്ന് വെച്ചാൽ മോളിൽ നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കാൽഡോ ഒരു മാജിക് യൂസ് ചെയ്യുകയാണ്. അപ്പോൾ കാൽഡോ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ മാഷിനെ കൊണ്ട് മോളിൽ നോക്കിപ്പിക്കണം. പക്ഷേ മാഷിൽ കാൽഡോന്റെ ഒരു മാജിക് മോളിൽ നോക്കാതെ ഡോജ് ചെയ്ത് മാറുകയാണ്. ഫസ്റ്റ് റൗണ്ടിൽ മാഷിൽ പാസ് ആകണം. അപ്പോൾ കാൽഡോ അവന് സെക്കൻഡ് റൗണ്ട് വെക്കുകയാണ്. ഇപ്രാവശ്യം കാൽഡോ മാഷിൽ 2 ഭാഗത്തും മാജിക് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ മാഷിൽ അവന്റെ കൈ കൊണ്ട് തന്നെ ആ 2 മാജിക് മാറ്റുകയാണ്. ഇത് കണ്ട് ദേഷ്യം പിടിച്ച കാൽഡോ അവന്റെ ബ്ലാക്ക് സ്വാഡ് എടുക്കുകയാണ്. ഇപ്രാവശ്യം നിന്റെ കൈ കൊണ്ട് എന്നെ മാജിക് മാറ്റാൻ പറ്റില്ല, കാരണം ഈ ഒരു സ്വാഡിൽ നിന്റെ കൈ കൊള്ളുകയാണെങ്കിൽ നീ മൊത്തത്തിൽ എരിഞ്ഞ് മാറുന്നതായിരിക്കും. എന്ന് വെച്ചാൽ എന്റെ ഈ ബ്ലാക്ക് സ്വാഡിൽ ആരെങ്കിലും തൊടുകയാണെങ്കിൽ അയാൾ അപ്പൊ തന്നെ കത്തി എരിഞ്ഞ് നശിച്ചു പോകുന്നതായിരിക്കും. ഇപ്രാവശ്യം കാൽഡോ ലെഫ്റ്റ് റൈറ്റ് അപ്പ് എന്ന് പറയുന്ന എല്ലാ ഭാഗം കൂടെ കാണിക്കണം. അപ്പൊ മാഷിൽ താഴെ മാത്രമേ നോക്കാൻ പാടുള്ളൂ. അതിനുശേഷം കാൽഡോ ഒരു ദാക്ഷിണ്യം മാഷിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മാഷിൽ ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല. അവന്റെ കാല് വെച്ചെന്ന ഒരു റൗണ്ട് തന്നെ അവന്റെ കാലുകൊണ്ട് എടുത്തിട്ട് കാൽഡോനെ ഓരോ അറ്റാക്ക് ഡോജ് ചെയ്ത് മാറുകയാണ് മാഷ്. അങ്ങനെ കാൽഡോയുടെ 3 അറ്റാക്ക് മാഷിൽ സിമ്പിൾ ആയി ഡോജ് ചെയ്ത് മാറിയിട്ട് അവന്റെ 3 റൗണ്ട് മാഷിൽ ജയിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് അവിടെ ഒരു ഔൾ വന്നിട്ട് മാഷിലെ പോക്കറ്റ് ക്രീം പഫ് എടുത്തോണ്ട് ലെഫ്റ്റ് സൈഡിലോട്ട് പോവുകയാണ്. അയ്യോ ഞാൻ ലെഫ്റ്റ് സൈഡിൽ നോക്കി, ഞാൻ ഗെയിം തോറ്റോ എന്ന് മാഷിൽ ചോദിക്കുകയാണ് കാൽഡോനോട്. ഇല്ല നീ തോറ്റില്ല, വേണമെങ്കിൽ നമ്മൾ ഡ്രോ ആണെന്ന് പറയാണ് മാഷിലിനോട് കാൽഡോ. എന്റെ കറന്റ് ലെവലിൽ നീ മാഗ്നറ്റുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാൻ കുറച്ച് പാടായിരിക്കും എന്ന് കാൽഡോ പറയുകയാണ്. എന്നിട്ട് കാൽഡോ അവിടെ നിന്ന് പോവുകയാണ്. മാഷിൽ പറയാണ് ആ ഡിവൈൻ വിഷണർക്ക് എന്നെ കൊല്ലണമെന്നുണ്ടായിരുന്നെങ്കിൽ അവനിപ്പോ എന്നെ കൊല്ലായിരുന്നു, കാരണം അവൻ എന്റെ നേരെ ഒരു മാജിക്കൊന്നും യൂസ് ചെയ്തില്ല. അവിടെ നിന്ന് കട്ട് ചെയ്ത് പിന്നെ നടന്നു പോകുന്ന കാൽഡോനാണ് കാണിക്കുന്നത്. കാൽഡോ പറയാണ് റിയലി അവനെ സോഡ് അവന്റെ തല കൊണ്ടാണോ മാറ്റാൻ നോക്കിയത്, സ്വന്തം ജീവൻ വരെ പണയം വെച്ചാണോ ഇവൻ ഡിവൈൻ വിഷണറി ആവാൻ നോക്കണേന്ന് പറഞ്ഞിട്ട് കാൽഡോ ആലോചിക്കുകയാണ്. പക്ഷെ നീ ഡിവൈൻ വിഷണറി ആയി കഴിയുകയാണെങ്കിൽ ബ്യൂറോ ഓഫ് മാജിക് നിന്നെ കൊണ്ട് മാറ്റാൻ പറ്റും എന്ന് പറഞ്ഞ കാൽഡോ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അതിന് അവരുടെ അടുത്ത എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഡിവൈൻ വിഷണറി സെലക്ഷൻ എക്സാമിന്റെ. ഈ എക്സാം എന്താണെന്ന് വെച്ചാൽ 1 vs 1 ബാറ്റിലാണ്. ഈ ഒരു മാച്ചിലത്തെ ഫസ്റ്റ് പ്ലെയർ ആരാന്ന് വെച്ചാൽ ആറ്റ്ലർ ഡോമിലത്തെ 7 കോയിൻസ് കളക്ട് ചെയ്ത മാഷ് ബാൻഡർ ആണ്. ഒപ്പോണന്റ് ആരാന്ന് വെച്ചാൽ ആർക്കാ ഡോമിലത്തെ 4 ഗോൾഡ് കോയിൻസ് കളക്ട് ചെയ്ത മാഗ്രറ്റ് മാക്രോൺ ആണ്. മാഗ്രറ്റ് അവിടെ വന്നതിന് ശേഷം മാഷിനോട് പറയാണ് ഇതാണ് നീ ലാസ്റ്റ് ആയിട്ട് വരുന്ന റൗണ്ട്, അടുത്ത മാച്ചിൽ നീ പോകുന്നതല്ല എന്ന് മാഗ്രറ്റ് മാഷിനോട് പറയുകയാണ്. അപ്പോൾ ബാൽക്കണിയിൽ നിന്ന് കളി കാണുന്ന ഫീനെ ആലോചിക്കുകയാണ് ഈ കളിയിലാണ് മാഷിലെ ജീവിതം തന്നെ ഉള്ളത്. അവൻ ഈ ഒരു മാച്ച് തോക്കുകയാണെങ്കിൽ അവന് ഡിവൈൻ വിഷണറി ആകാൻ പറ്റുന്ന ഒരു ആഗ്രഹം നടക്കുന്നതല്ല. മാച്ചിന് മുമ്പ് എനിക്ക് കുറച്ച് കാലറീസ് വേണം എന്ന് പറഞ്ഞ മാഷിൽ ക്രീം പഫ് എടുത്ത് കഴിക്കാൻ തുടങ്ങുകയാണ്. ആടാ എന്താ ഒരു ചേർച്ച, ഞാൻ മാച്ചിന് മുമ്പ് എപ്പോഴും ഒരു ഫ്രൈഡ് ചിക്കൻ കഴിക്കാറുണ്ട് എന്ന് പറഞ്ഞ ബാരറ്റ് ഫ്രൈഡ് ചിക്കൻ എടുത്തതിന് ശേഷം ഒരു മയോണീസ് എടുത്തിട്ട് ഡിപ്പ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മാഷിൽ പറയാണ് നീ ആ ഫ്രൈഡ് ചിക്കൻ ആ മയോണീസ് മുക്കി കഴിക്കുകയാണെങ്കിൽ ആ മയോണീസ് ടേസ്റ്റ് ഡൊമിനേറ്റ് ഉണ്ടായിരിക്കുന്നത്, അല്ലാണ്ട് ആ ചിക്കന്റെ ഒരു ഫ്ലേവറും അതിൽ കാണില്ലെന്ന് മാഷിൽ പറയുകയാണ്. അപ്പൊ മാഗ്രറ്റ് പറയാണ് ഞാൻ മയോണീസിൽ ചിക്കൻ ഡിപ്പ് ചെയ്തല്ലേ കഴിക്കുന്നത്, ചിക്കനിൽ മയോണീസ് ഡിപ്പ് ചെയ്താണ് കഴിക്കുന്നത്. ഓ എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് മാഷിൽ പറയുകയാണ്. ബാൽക്കണിയിൽ നിന്ന് കളി കാണുന്ന ബാരറ്റ് ആലോചിക്കുകയാണ് എത്രത്തോളം പ്രാന്തനായിട്ട് ഒരു പോണ്ട് ഇരിക്കോ അത്രത്തോളം സ്ട്രോങ്ങറും ആയിരിക്കും. അപ്പൊ കാൽഡോ അവന്റെ മനസ്സിൽ ആലോചിക്കുകയാണ് ഓൾട്ടർ എന്തുകൊണ്ടാണ് മാച്ചിൽ ഒന്നും ചെയ്യാത്തതെന്ന് വെച്ചാൽ ഓൾട്ടറിന് അത്രത്തോളം കോൺഫിഡൻസ് ഉണ്ട്, കാരണം മാഗ്രറ്റ് മാച്ചിൽ ഡിഫീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് മാച്ചിലെ ഓൾട്ടർ ഇതുവരെ ഒന്നും ചെയ്യാതിരിക്കുന്നത്. അത്രയ്ക്ക് മോളിൽ കോൺഫിഡൻസ് ഓൾട്ടറിന് മാഗ്രറ്റിന്റെ മോളിലുണ്ട്. എന്റെ മാഗ്രറ്റ് അവന്റെ മൊത്തം മാജിക്കൽ എനർജിയും ആ ഒരു അരേനയിലോട്ട് സബ്മിറ്റ് ചെയ്യുകയാണ്. കണ്ടുകൊടുക്കുന്ന സ്റ്റുഡൻസ് എല്ലാം നെട്ടുകയാണ് ഇവന് ഇത്ര മാജിക്കൽ എനർജി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അത്രയ്ക്ക് മാജിക്കൽ എനർജി മാഗ്രറ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഫിന്ന് വരെ അത് ബാധിക്കുന്നുണ്ട്. ഡിവൈൻ വിഷണറിക്ക് ഈക്വൽ ആയിട്ടുള്ള മാജിക് സ്ട്രെങ്ത് മാഷ് നിന്ന് സൂക്ഷിക്കണോ ലാൻസ് പറയുകയാണ്. അങ്ങനെ മാഗ്രറ്റ് മാഷിനോടുള്ള ഫസ്റ്റ് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് അറ്റാക്ക് മാഷിൽ വോളിബോൾ പോലെ മാറ്റാൻ വിചാരിച്ചുകൊണ്ടിരിക്കും, പക്ഷെ വോളിബോളിനെ കാട്ടിലും ഭയങ്കര ഹെവിയാണ് ആ ഒരു മാജിക്. അതിന്റെ മാഗ്രറ്റിന്റെ ആ ഒരു അറ്റാക്ക് മാഷിൽ തടയാൻ പറ്റാതെ സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗത്ത് തെറിച്ചു പോയിട്ട് അറ്റാക്ക് കൊണ്ട് വീഴുകയാണ്. അതിന്റെ ഓഡിയൻസ് എല്ലാവരും പറയാണ് മാഷിൽ ഇപ്പോൾ ഡിഫീറ്റ് ആയി കാണുന്നത്, പക്ഷെ മാഷിലിനെ അവിടെ കാണാനില്ല. മാഷിൽ മാഗ്രറ്റിനെ പിറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചതിന് ശേഷം ഉയർത്തി ചാടിയിട്ട് ഹെൽപ്ഫുൾ എന്ന് പറയുകയാണ്. പറയുന്നത് എങ്ങനെയാണ് മാഷിൽ അവന്റെ അറ്റാക്ക് മാറിയെന്ന് പറഞ്ഞിട്ട് ബാരറ്റ് ഫിന്ന് എക്സ്പീരിയൻസ് കൊടുക്കുകയാണ് മാഷിലോട് എന്നാ ചെയ്തെന്ന് പറഞ്ഞിട്ട്. മാഷിൽ വേറൊന്നും ചെയ്തില്ല, അറ്റാക്ക് കൊണ്ട് തന്നെ ബാക്ക്വേർഡ്സിൽ അവൻ സ്പീഡ് ഓടുകയാണ് ചെയ്തത്. അതിന് മാഷിൽ അവന്റെ അറ്റാക്ക് ബാക്കിലോട്ട് മാറ്റിയിട്ട് മാഷിൽ എസ്കേപ്പ് ആയെന്ന് പറഞ്ഞുകൊടുക്കുകയാണ് ബാരറ്റ്. മാഷിനെ മാഗ്രറ്റിനെ കാണി, പക്ഷെ മാഗ്രറ്റിനൊന്നും പറ്റിയിട്ടില്ല. ഇനിയാണ് ഒറിജിനൽ ഫൈറ്റ് എന്ന് മാഗ്രറ്റ് പറയുകയാണ്. അപ്പൊ മാഷിൽ അവന്റെ ഗാർഡ് പൊക്കിയിട്ട് അടുത്ത അറ്റാക്കിന് വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അവിടെ വെച്ച് എപ്പിസോഡ് 6 എൻഡ് ആവുകയാണ്. അടുത്ത എപ്പിസോഡ് ആരും മിസ് ചെയ്യാൻ പാടില്ല, കാരണം അടുത്ത എപ്പിസോഡ് നമുക്ക് അറിയാൻ പറ്റും മാഷിലാണോ മാഗ്രറ്റോ ജയിക്കുമെന്ന്. ഡിവൈൻ വിഷണറിക്കും പിന്നെ പ്രൊഫസർ വോൾബർഗിന് വരെ മാഗ്രറ്റ് ജയിക്കുമെന്നാണ് ഉറപ്പ്. അതുകൊണ്ട് തന്നെ അടുത്ത എപ്പിസോഡ് ഫുള്ള് ഫൈറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അടുത്ത എപ്പിസോഡ് ആരും മിസ് ചെയ്യാൻ പാടില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി അങ്ങോട്ടുള്ള മാഷിൽ മാജിക് ആൻഡ് മസിൽസിന്റെ മലയാളം എക്സ്പ്ലനേഷൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ Q&A കമന്റ് ഇടാത്തവർ പോയി കമന്റ് ഇടേണ്ടതുമാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ദിസ് ഇസ് യുവർ എക്സ്പ്ലെയിനർ സൈനിങ് ഔട്ട്.